നമസ്തേ പോലോ. നമസ്തേ നമസ്തേ നമസ്തേ. ബ്യൂട്ടിഫുൾ ഹൗസ്. ഈ താമര എത്ര നാളും കൊണ്ടാ വികാസായത്? ഈ താമരയും എന്റെ താമരയും പ്രിപ്പറേഷൻ ഒരേ സമയമായിരുന്നു. 10 മാസം. താമര എന്നുള്ള പേര് എന്റെ ഒരു ബ്രൈഡിന്റെ ഒരു പേരായിരുന്നു. അപ്പൊ ആ പേര് കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഞാൻ ആലോചിച്ചു, ഓക്കെ, വീട്ടിൽ നമുക്ക് താമരയെന്ന് വിളിക്കാം. അങ്ങനെ താമര എന്നുള്ള പേര് ഞാൻ ആ ബ്രൈഡിന്റെ എടുത്തോണ്ട് വന്ന് എന്റെ മോക്കിട്ട് കുറച്ചു നാൾ കഴിഞ്ഞപ്പോ വീട്ടിന് ഞാൻ വേറൊരു പേരാണ്, എന്റെ തറവാട്ട് പേരാണ് നമ്മൾ പറഞ്ഞോണ്ടിരുന്നത്. അപ്പൊ പിന്നെ എങ്ങനെ ആലോചിച്ചു, ഒരു പെൺകുട്ടിക്ക് 2 പേര്, ഒരു പേര് അവസാനം ഡ്രോപ്പ് ആവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ താമര ആയിരിക്കുമല്ലോ ഡ്രോപ്പ് ആവുന്നത്. അപ്പൊ പിന്നെ അത് വീട്ടിലിടാം. അച്ഛമ്മോളാണോ അമ്മക്കുട്ടിയാണോ? ആരാണ്? അച്ഛമ്മോളാണോ? നോക്കട്ടെ അച്ഛൻ വിളിച്ചാ പോവോന്ന്. അച്ഛൻ വിളിച്ചാ പോവോ? അച്ഛന് താമര കൊച്ചിലെ മുതലേ അവൻ നല്ല ഇതായിട്ടാണ്. വികാസ് ഒരു മോനാണ്. കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തു പറയാൻ പാടില്ല. രഹസ്യങ്ങളാണോ? 2000-ലധികം സുന്ദര ബ്രൈഡ്സിനെ മേക്കപ്പ് ചെയ്ത വികാസ് ബൈക്ക് സ്വന്തം വീട്ടില് ഗ്യാസ് കത്തിക്കാൻ അറിയില്ലായിരുന്നു. ഞാൻ വന്ന് പഠിപ്പിച്ചാണ്. ഇപ്പൊ പഠിച്ചാ? എന്നാണ് ഷെറിലിന് ആദ്യമായിട്ട് മേക്കപ്പ് ചെയ്ത് കൊടുത്തത്? ആണോ? ഓ, അതെനിക്ക് അറിഞ്ഞില്ല. എന്നാ ഞാൻ ഇവിടെ തന്നെ എടുത്തോളാം. എനിക്ക് ട്രെയിലൊന്നും കൊണ്ടു ഇങ്ങനെ തരണ്ട. ഞാൻ ഇവിടെ ആയിക്കോട്ടെ. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. നമസ്കാരം. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ബൈറ്റ് ഹോംസ് ഫോർ പ്രസൻസ് ഓണമേളം 2024. ഇന്നിപ്പോൾ നമ്മളെല്ലാവരും ഇന്നലെ എല്ലാവരും ഓണസദ്യയൊക്കെ കഴിച്ച് ഓണമൊക്കെ ശരിക്കും അങ്ങനെ ആഘോഷിച്ച് നിൽക്കുകയാണ്. പക്ഷേ എന്നൊക്കെ പറഞ്ഞാലും ഇന്നലത്തെ തിരുവോണം കഴിഞ്ഞാലും നമ്മുടെ ഇടയിൽ ഒന്നും ഓണം കഴിഞ്ഞിട്ടില്ല. ഇന്നും നാളെയും കൂടെയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഓണം ഒന്ന് കഴിഞ്ഞു എന്ന് എല്ലാവർക്കും തോന്നുള്ളൂ, എത്രയാണെന്ന് പറഞ്ഞാലും അല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഇന്നലെയൊക്കെ ഓണം എങ്ങനെയുണ്ടായിരുന്നു, സദ്യയൊക്കെ കഴിച്ചോ, അങ്ങനെ നമ്മുടെ ഒരു ഫാമിലി മെമ്പറിൻ്റെ വീട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ അവർ പുതിയ വീട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പുതിയ വീട് ഒരു കുഞ്ഞുണ്ടായി. അപ്പോൾ അവർക്ക് ഒരുപാട് സ്പെഷ്യൽ ആയിരുന്നു ഇന്നലത്തെ തിരുവോണം എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയുണ്ടായിരുന്നു, നന്നായിരുന്നു എന്നൊക്കെ ഉള്ളൊരു വിശേഷങ്ങൾ അന്വേഷിക്കാനായിട്ടാണ് നമ്മളിപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പറിൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നത്. ഇത് ആരുടെ വീടാണെന്നും കൂടെ നമുക്ക് ഈ വീടിൻ്റെ പേരൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും. കണ്ടോ, താമര. ഇവിടെയുള്ള താമരേനെ നമ്മളിപ്പോൾ ഉള്ളിൽ കാണും, ഒരു താമരേനെ. അപ്പം നമുക്ക് പോവാം. ആരുടെ വീട്ടിലേക്കാണ് എത്തിയിരിക്കുന്നത് നോക്കാം. നമുക്ക് പുതിയ വീട്, മനോഹരമായ ഒരു വീടാണ്. അപ്പോൾ വീടിനകം നമുക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് കാണാം, എങ്ങനെയുണ്ട് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ബെല്ലടിക്കാം. ബെല്ലു അടിച്ചു, മണി അടിച്ചു. ഇതിലേതാണ് അവർ കേൾക്കണേ നമുക്കറിയില്ല, നോക്കാം. മനസ്സിലായോ? ഇത് ആരുടെ വീടാണ്? ഈ താമര ആരുടെയാണ്? ഈ താമര എന്നുള്ളത് നോക്കി. അല്ല, ഞാൻ ബോർഡിൽ കാണിച്ചു കൊടുത്തു താമര എന്നുള്ള പേര്. അപ്പൊ അവർക്ക് മനസ്സിലാവില്ലല്ലോ ഇത് ആരുടെ വീട്ടിലാ വന്നിരിക്കണെന്ന് അവർക്ക് അറിയില്ലല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു ഓണമൊക്കെ? ഹാപ്പി ഓണം. ഓണം ആയിക്കൊണ്ടേ മൈക്ക് വയ്ക്കാമോ? ഓണം ആയിക്കൊണ്ട് നിങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടോ? തിരുവോണം കഴിഞ്ഞ പാടെ വികാസ് പെട്ടിയെടുത്ത് പോയോ? വേറെ വഴിക്കാണോ, എവിടെയാണോ എന്നൊക്കെ വിചാരിച്ചു. നമ്മള് ഓണം ഇവിടെ തന്നെ ആഘോഷിച്ചു, അവിട്ടവും ഇവിടെ തന്നെ ആഘോഷിച്ചു. ഇനിയിപ്പോ നാട്ടിൽ പോണം. നാട്ടിലെ ഇപ്പം മോളുടെ ആദ്യത്തേതായത് കൊണ്ട് നമ്മളിപ്പോ നാട്ടിലും കൂടെ ചെയ്യണം എന്നാണ്. അങ്ങനെ നാട്ടിൽ പോവാനായിട്ട് റെഡിയാ നിൽക്കുമ്പോഴാണ് ഇപ്പൊ ഇന്ന് പോവാണോ? ഇന്ന് തന്നെ പോവുക. ഓ, അപ്പൊ എത്ര കറക്റ്റ് ആയിട്ടാ നമ്മള് വന്ന് കയറിയാൽ നോക്കട്ടെ. അപ്പൊ നമുക്ക് ഉള്ളിൽ കയറാം. പ്ലീസ് കം, പ്ലീസ് കം. രമ്യയും അതുപോലെ മൈൽസ്റ്റോണും എനിക്ക് വളരെ ക്ലോസ് ആണ്. പ്ലീസ് കം. അതെ, ഞങ്ങളുടെ സ്വന്തം ഫാമിലി മെമ്പർ ആണ്. നിങ്ങൾക്ക് അറിയാലോ, ഇതുമായിട്ട് റിലേറ്റഡ് തൊട്ടുമുട്ടും എന്തെങ്കിലും ഞങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഓടിയെത്തുന്നത് വികാസിലേക്കാണ്. ഇതിനെക്കുറിച്ച് എപ്പോഴും എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ തന്നെ. ബ്യൂട്ടിഫുൾ ഹൗസ്. ഈ താമര എത്ര നാളും കൊണ്ടാ വികാസ് ആയത്? ഈ താമരയും എന്റെ താമരയും പ്രിപ്പറേഷൻ ഒരേ സമയമായിരുന്നു. 10 മാസം. എങ്ങനെ ഏകദേശം അങ്ങനല്ല, താമരയ്ക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അതായത് നാരായണിക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തത് 10 മാസം അല്ല, അതിന് മുമ്പേ ഞങ്ങൾ വെയിറ്റിംഗ് ആയിരുന്നു. നമ്മളൊരു 2 വർഷത്തോളം കാത്തിരുന്നിട്ടാണ് നമുക്ക് നാരായണിയെ കിട്ടിയത്. ബിക്കോസ് അത്രയ്ക്കും നമ്മൾ പ്രിപ്പയർഡ് ആയിരുന്നു. നമുക്ക് കുറേ നാൾ കൊണ്ട് ആവാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട്, എൻ്റെ വൈഫ് കുറേ കഷ്ടപ്പെട്ടു. ലൈക്ക് ബോഡി
മെയിൻറ്റെയിനിങ്ങിനും ഇപ്പൊ കുറച്ച് ഫാറ്റ് റെഡ്യൂസിങ്ങിനും ഓട്ടവും അങ്ങനെ അപ്പൊ നോക്കുമ്പോൾ നമ്മൾ 2 വർഷം കാത്തിരുന്നിട്ടാണ് ഞങ്ങൾക്ക് നാരായണിയെ കിട്ടിയത്. ആ 2 വർഷത്തിൽ തന്നെയാണ് ഈ വീടും. അതുകൊണ്ടാണോ രണ്ടുപേർക്കും ഒരേപോലെ താമര എന്നുള്ള പേരിട്ടെ? ഈ 2 പേരും ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു. ഇപ്പൊ നാരായണി എന്നാണ് നമ്മൾ ഇട്ടിരുന്നത്. പിന്നെ എനിക്ക് താമര എന്നുള്ള പേര് എന്റെ ഒരു ബ്രൈഡിന്റെ ഒരു പേരായിരുന്നു. അപ്പൊ ആ പേര് കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഞാൻ ആലോചിച്ചു, ഓക്കെ വീട്ടിൽ നമുക്ക് താമരയെന്ന് വിളിക്കാം. അങ്ങനെ താമര എന്നുള്ള പേര് ഞാൻ ആ ബ്രൈഡിന്റെ എടുത്തോണ്ട് വന്ന് എന്റെ മോക്ക് ഇട്ടു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോ വീട്ടിന് ഞാൻ വേറൊരു പേരാണ്, എന്റെ തറവാട്ട് പേരാണ് നമ്മൾ പറഞ്ഞോണ്ടിരുന്നത്. അപ്പൊ പിന്നെ എങ്ങനെ ആലോചിച്ചു, ഒരു പെൺകുട്ടിക്ക് 2 പേര് ഒരു പേര് അവസാനം ഡ്രോപ്പ് ആവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ താമര ആയിരിക്കുമല്ലോ ഡ്രോപ്പ് ആവുന്നത്. അപ്പൊ പിന്നെ അത് വീട്ടിനിടാം എന്നും അത് ഓർത്തിരിക്കും. അങ്ങനെയാണ് താമര ഈ വീടിനിട്ടത്. അപ്പൊ ഇപ്പൊ എനിക്ക് താമര അത് ഹോൾ സ്ക്വയർ ആയി. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മുടെ ഈ ഒരു ലോകം, ഇവരുടെ ഈ ഒരു സ്വർഗത്തിന്റെ പേര് താമര. ഇനി വികാസിന്റെ വേറൊരു കുട്ടി സ്വർഗം, അതിന്റെ ആ മോളെ സ്നേഹത്തോടെ, നാരായണീനെ ഇവര് സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണ് താമര. അപ്പൊ ഞങ്ങൾ ഈ താമരനെ ഇപ്പൊ കണ്ടല്ലോ, ഇനി ആ താമരനെ കൂടെ നമുക്കൊന്ന് കാണാം. താമരനെ ഇങ്ങോട്ട് വിളിക്കാം, അതോ നമുക്ക് അങ്ങോട്ട് പോണോ? കൊണ്ടുവരാം, ഞാൻ പറയാം. താമരനെ വിളിക്കുന്നതിന് മുമ്പ് താമരയുടെ അമ്മേനെയും താമരയുടെ അച്ഛന്റെ അമ്മേനെയും വിളിക്കാം. ഓ ശരി, ആയിക്കോട്ടെ. വളരെ സന്തോഷം, ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷാണ് അവരെല്ലാരെയും കാണാനായിട്ട്. ഓണം ആയതുകൊണ്ട് നമ്മൾ ഫുൾ ഓണം വൈബാണ്. അതെ, അപ്പൊ നമുക്ക് വികാസിന്റെ അമ്മേനെയും നമ്മുടെ നാരായണിക്കുട്ടീനെയും അമ്മേനെയും. ശരി അമ്മ. ഹലോ ഹലോ സുന്ദരി, ഇതാണോ താമര? ചിരിച്ചു പറഞ്ഞല്ലോ, നീയാണോ താമര? ആണോ സുന്ദരി? ഇത് ഷെറിന്റെ മൈക്ക് വെച്ചോ. സംസാരിക്ക. അച്ഛമ്മോളാണോ അമ്മക്കുട്ടിയാണോ? ആരാണോ? അച്ഛമ്മോളാണോ? നോക്കട്ടെ അച്ഛൻ വിളിച്ചാ പോവോന്ന്. അച്ഛൻ വിളിച്ചാ പോവോ? അച്ഛന്റെ താമര പെണ്ണ്. അമ്മ ഓണായിക്കൊണ്ടാണോ അതോ അമ്മ എവിടെയാണോ? ഓക്കെ. ആക്ച്വലി അമ്മ എല്ലായിടത്തും നിക്കും. ഇവർക്കൊക്കെ വീടാണ് വലുത്. അപ്പൊ അമ്മയ്ക്ക് അമ്മയുടെ വീട് ഭയങ്കര വാചികാണല്ലോ, വായാടിയാണല്ലോ. ഉറക്കം വരണ്ടോ? ചിരിക്കണുണ്ടോ അതിനിടയില്? ഷെറിൽ ഒരുപാട് സംസാരിക്കോ? അതാണ് മോള് നല്ല സംസാരപ്രിയാന്ന് തോന്നുന്നുണ്ട്. വികാസ് നിറയെ സംസാരിക്കുമല്ലോ. ഇതില് ഷെറിലിന്റെ ഐഡിയ എന്തൊക്കെയായിരുന്നു ഈ വീട് വെക്കാന്ന് പറഞ്ഞപ്പോൾ? നിങ്ങളുടെയൊക്കെ ഒരു മനസ്സില് കുറെ നാളുള്ള ഒരു ആഗ്രഹമല്ലേ? ആണ്, പക്ഷെ എനിക്ക് ഇതിനകത്ത് എനിക്ക് കിച്ചൺ മാത്രമേ ഉള്ളായിരുന്നു. ആണോ? എന്നാ അതൊന്ന് കാണണം. ബാക്കിയൊന്നും എന്റെ ഐഡിയ ആണോ? ബാക്കി ഫുൾ വികാസിന്റെ ആണോ? ഞാൻ പൂജാ റൂം ഒന്ന് കണ്ടോട്ടെ. പുറത്തുനിന്ന് പൂജാ റൂമില് നല്ല മണം വരണ്ട്, നല്ല ഒരു രസമുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ ഫേവറേറ്റ് ആണ് കൃഷ്ണൻ. അപ്പൊ പൂജാ റൂമിൽ ഏറ്റവും കൂടുതലുള്ളത് കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ കൃഷ്ണനും ഗുരുവായൂരപ്പനും ഇവിടെയുണ്ട് കുറെ കൃഷ്ണന്മാര്. ഈ സൈഡിലുണ്ടോ? ഓക്കെ, ഇവിടെ വെച്ചിട്ടുണ്ട്. കൊച്ചിലെ മോനെ കൃഷ്ണഭക്തനാണ്. ഈ വിളക്ക് വെക്കുന്നത് അമ്മയാണോ അതോ ആണോ? ഷെറിലും വെക്കും, ഇവളും വെക്കും. ചെറുതനെയോ? നാരായണിക്ക് ഇപ്പൊ 8 മാസം അല്ലേ? 8 മാസം കഴിയാറായോ? നാരായണിന്ന് നിങ്ങൾ വിളിക്കാറെങ്കിലും ഉണ്ടോ അതോ താമരയെന്നാണോ ഫുൾ ടൈം വിളിക്കുന്നത്? ഞാൻ താമരയെന്ന് വിളിക്കും, നാരായണീന്ന് വിളിക്കും, പിന്നെ സുന്ദരിന്ന് വിളിക്കും. ഇപ്പൊ വിളിച്ചില്ലേ സുന്ദരിന്ന്? ഞങ്ങൾ മിക്കവരും വിളിക്കുന്നുണ്ട്. മാറി മാറി നമ്മൾക്ക് ഒരുപാട് അപ്പൊ വയല് വരണല്ലേ, ഓമനിച്ചിട്ട് ഇങ്ങനെ പല പേരും വിളിക്കും അല്ലേ? നീ സംസാരിച്ചോട്ടോ, അച്ഛൻ പറയും ശൈലിച്ചൊക്കെ സംസാരിച്ചോ. അത് തന്നെ, പാട്ട് പാടുകയാണോ സംസാരിക്കുകയാണോ? ഇത് ബെഡ്റൂമാ? ഇതൊരു ബെഡ്റൂം. ഓക്കെ ഓക്കെ, അതൊരു ബെഡ്റൂം. ഈ ഒരു ഏരിയ എനിക്ക് ഈ പിക്ചർ ഇത് ഭയങ്കര ഇഷ്ടായി. ആ കൃഷ്ണനും ആ പശു, ഈ ഇത് കൃഷ്ണൻ ഇങ്ങനെ ഇരുന്നിട്ട് പുല്ലാങ്കുഴൽ. ഇത് ഈ കഥയില് കേട്ടിട്ടുണ്ട്. കഥയിൽ എപ്പോഴും ഇങ്ങനെ ഈ പുല്ലാങ്കുഴൽ ഈ നാദം കേൾക്കുമ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ ഉറങ്ങിപ്പോണു, മയങ്ങിപ്പോണു എന്നുള്ള ഒരു ഇതില്. അപ്പൊ ആ ഗോശാലയിലൊക്കെ എപ്പോഴും ചില അമ്പലങ്ങളിൽ വരെ ഉണ്ട് ഗോശാലയില് ഇങ്ങനെ എപ്പോഴും ഫ്ലൂട്ട് വായിക്കണത് ഇങ്ങനെ ഇട്ടോണ്ടേയിരിക്കും. ഇവിടെയുണ്ട്, ആമേടയിലുണ്ട്. ആമേടയിലൊക്കെ ഗോശാലയിൽ എപ്പോഴും അത് ഫ്ലൂട്ടിന്റെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. ഈ പിക്ചറിന്റെ പിന്നിലത്തെ കഥയൊന്ന് പറഞ്ഞുതരാമോ? കൃഷ്ണഭക്തനായതുകൊണ്ടാണോ? അല്ലെ, കൃഷ്ണഭക്തനായതുകൊണ്ട് തന്നെയാണ്. നമ്മളിപ്പം
കൃഷ്ണന്റെ ഓടക്കുഴലിന്റെ നാദം കേട്ട് എല്ലാവരും മയങ്ങി പോകുന്നു എന്നാണല്ലോ പറയുന്നത്. അതെ, അപ്പൊ അതുകൊണ്ട് ആ ഒരു കോൺസെപ്റ്റ് ഞാനപ്പോ ഇങ്ങനെ വേണം എന്ന് ഞാൻ ഒരാൾക്ക് ഡിസ്ക്രൈബ് ചെയ്ത് നമ്മളിങ്ങനെ വരച്ച് കൊടുത്തപ്പം പിന്നെ അവര് ഫുള്ളി തന്നതാണിത്. ഓ, അപ്പൊ ഇത് എവിടെ ചെയ്യിച്ചു? ഇത് അങ്ങനെ ഇതൊരു ബോംബെ മലയാളീസ് അവരാണത് ചെയ്തത്. ഓ, അപ്പൊ ഇത് ചെയ്തിരിക്കുന്ന വെറുതെ ഒരു ഐ മീൻ ഇതിന്റെ ഒന്നും അല്ല അല്ലേ? ഇതിന്റെ ബാക്ക് ചെയ്തിരിക്കുന്നതേ ലൈറ്റപ്പ് ചെയ്ത് അതില് അവര് അവിടുന്ന് വരച്ചിട്ട് ഫ്രെയിം ചെയ്തിട്ട് ഓയിൽ പെയിന്റ് അക്കറിലേക്കും വന്നിട്ടുണ്ട്. ചിലത് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ തന്നെ പെയിന്റ് ചെയ്ത് ചെയ്യുന്ന സെറ്റിംഗ് ഉണ്ടല്ലോ. ഇതിപ്പോ പുറത്തുനിന്ന് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്ത്. ഓക്കെ, നന്നായി ചെയ്തിട്ടുണ്ട്. വേറെ എന്തൊക്കെയാണ് ഇവിടുത്തെ? ഇത് കൊറേ ബുദ്ധ കളക്ഷൻസ്. ഇതൊക്കെ ഗിഫ്റ്റ് ആണോ? ഗിഫ്റ്റ് ആയിരിക്കും. അത് നമുക്ക് പോയി കഴിഞ്ഞാൽ. പിന്നെ ഇന്നലത്തെ ഓണത്തെ കുറിച്ച് പറയാം. ഷെറിൽ, ഈ താമരയിലെ നിങ്ങളുടെ ആദ്യത്തെ തിരുവോണം അതായിരുന്നല്ലോ ഇന്നലെ. നിങ്ങള് സദ്യ വെക്കാണോ അമ്മ ചെയ്തത്, അതോ നിങ്ങൾ വാങ്ങിച്ചോ? നമ്മളെല്ലാം ഉണ്ടാക്കുവായിരുന്നു. ആണോ? ഓ, ഷെറിലും അമ്മയും കൂടെ ചേർന്ന് എല്ലാം ചെയ്തു. തലേന്ന് കുറെ ഒതുക്കി വെച്ചിട്ട് പിന്നെ എല്ലാം ചെയ്തു. ഓക്കെ, നമുക്ക് ഇനി അവിടെ കൂടെ. ഓ, ഇവിടെ ഗണപതി കളക്ഷൻസും ഉണ്ട്. ഇതൊരു ബെഡ്റൂം. ഇതാണോ നിങ്ങളുടെ ബെഡ്റൂം? ഇത് മാസ്റ്റർ ബെഡ്റൂം ആണോ? ഓക്കെ, ഗണപതി എന്റെ ഫേവറേറ്റ് ആട്ടോ. ആണല്ലേ? എല്ലാരെയും മുറുകെ പിടിക്കണം, ഗണപതിനെയും കൃഷ്ണനെയും. ജയ് ഗണേഷ്, ജയ് ഗണേഷ്. ഓക്കെ, നൈസ് കളർ. ഈ ഒരു കളർ എങ്ങനെയാ വികാസ് ഈ ഒരു കളർ തീമിലേക്ക് എത്തിയത്? എല്ലാത്തിനും പിന്നിൽ ഒരു കഥയുണ്ടാവും. എനിക്ക് ഇഷ്ടമായിരുന്നു. ലൈക്ക് എനിക്ക് എപ്പോഴും പേസ്റ്റൽ ഷെയ്ഡ്സിനോട് കൂടുതൽ ഇഷ്ടമാണ്. നമ്മള് അപ്പൊ ഈ പേസ്റ്റൽ ഷെയ്ഡിൽ വന്നപ്പം എനിക്ക് കുറച്ചും കൂടി കംഫർട്ട് ഇതാണെന്ന് തോന്നി എടുത്തതാണ്. എനിക്ക് കുറെ പേസ്റ്റൽ ആകുമ്പോ ബോറാണ്. അപ്പൊ ഇതിനൊരു ഗ്രീനിന്റെയും ബ്ലൂവിന്റെയും കൂടെ ഒരു മിക്സ്ചർ ആണ്. ഇതിന് പേരുണ്ട്, ബട്ട് ഞാൻ അത്രയും അങ്ങനെയൊന്നും പോയി നോക്കിയില്ല. എനിക്ക് കളർ ഇഷ്ടപ്പെട്ടു വന്ന അത് തന്നെ ഒരു സെറ്റിംഗ് പോരട്ടെ അല്ലേ. പിന്നെ എനിക്ക് പ്ലാന്റ്സ് അധികം ഇഷ്ടമാണ്. അതുകൊണ്ട് എല്ലാം നമ്മൾ ഫ്രഷ് തന്നെ ഒറിജിനൽ തന്നെ വെച്ചു. ഞാൻ ആർട്ടിഫിഷ്യൽ ഒരു പ്ലാന്റ്സും വെച്ചില്ല. ഇറ്റ്സ് ഡിഫിക്കൾട്ട് ടു മെയിൻറ്റെയിൻ. പക്ഷെ നമ്മുടെ വീട്ടിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാലോ. സ്വന്തം വീട്ടിൽ ഒരിക്കലും ഡിഫിക്കൽട്ടി ഉള്ളതെന്ന് ആർക്കും തോന്നില്ല. എന്നിട്ട് ഷെറിൽ ഈ വീട്ടിൽ ഇത്രയും മനോഹരമായ ഒരു വീടൊക്കെ ഉണ്ടാക്കി തന്നു വികാസ്. എന്നിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിട്ട് വികാസ് എന്തെങ്കിലും ഇവിടെ ചെയ്യുന്നു? അറ്റ്ലീസ്റ്റ് ചെടിക്ക് വെള്ളം ഒഴിക്കലോ? എല്ലാം ഞാൻ തന്നെയാണ്. എന്തെങ്കിലും മുമ്പ് ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഇപ്പൊ എല്ലാം ചെയ്യുന്നു. ഇപ്പൊ അഴുക്ക് കിടന്ന ചൂലെടുത്തോണ്ട് വന്ന് എല്ലാം ക്ലീൻ ചെയ്ത് തൂക്കും. ചെടികളൊക്കെ വർക്ക് കഴിഞ്ഞിട്ട് എത്ര ലോങ് വന്നാലും ഇതൊക്കെ എടുത്തോ. ഇന്നലെ വന്നിട്ട് എല്ലാം വെളിയിൽ കൊണ്ടുവച്ച് വെള്ളമൊക്കെ ഒഴുകി നമ്മൾ ഒഴിക്കുന്നത് പോരാഞ്ഞിട്ട് അതിനൊരു വാട്ടം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അതെല്ലാം ചെയ്യുന്നത്. ഞങ്ങള് ചോദിക്കുകയും ചെയ്തു, ഇതിനു മുമ്പ് ഒന്നും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി. ആണോ? അത് അമ്മയുടെ അടുത്ത് ചോദിക്കട്ടെ. അമ്മ, ഈ ഒരു വീട് ഇത് വികാസിന്റെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു വീടുള്ളതുകൊണ്ട് അതുകൊണ്ടാണോ വികാസിൽ ഇങ്ങനെ ഒരു ചേഞ്ച് വന്നത്, അതോ നേരത്തെ എങ്ങനെയായിരുന്നു വികാസ്? എടാ കള്ള മോനെ, ഞാൻ പറയുന്നത് ആണല്ലേ? അതുള്ള സത്യല്ലേ പറയണേ? അമ്മ ഇന്റർവ്യൂ ഞാൻ പറഞ്ഞോടുന്ന. എന്നിട്ട് ഞാൻ അമ്മയുടെ അടുത്തേക്ക് ഇരിക്കട്ടെ, സത്യങ്ങൾ നുഴഞ്ഞറിയാനായിട്ട് അമ്മയുടെ അടുത്തേക്ക് പോട്ടെ. കൊച്ചിലെ മുതലേ അവൻ നല്ല ഇതായിട്ടാണ്. വികാസ് ഒരു കൊച്ചിലത്തെ കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തു പറയാൻ പാടില്ല. രഹസ്യങ്ങളാണോ? മേക്കപ്പിൽ വികാസ് മതി, വികാസ് മാത്രം വേണ്ട. അമ്മേടെ അടുത്ത് നോക്കിയാൽ അമ്മ ജനനം മുതൽ പറയും. അല്ല, വീട്ടിന്റെ കാര്യം പറഞ്ഞു മോള് ചോദിച്ചു പറഞ്ഞതാ. വികാസ് ഒരു മോനാണോ? അത് 2 മോനും 1 മോളും ഉണ്ട്. ഇവൻ മൂത്തത്. അപ്പൊ വികാസ് അവിടെ നാട്ടില് വീട് വെക്കാതെ നമ്മുടെ ഇപ്പൊ ഈ നിങ്ങളുടെ പ്രൊഫഷനും കൂടെ റിലേറ്റഡ് ആയിട്ടാണോ നമ്മുടെ തൃപ്പൂണിത്തുറയിൽ തന്നെ നിങ്ങൾ സെറ്റിൽ ആവാൻ തീരുമാനിച്ചേ? നമുക്കിപ്പോ ഞാൻ ഇപ്പൊ വർക്കലയിൽ നിൽക്കുമ്പോ ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട്. നമ്മൾ വർക്കല മാത്രമല്ലല്ലോ വർക്ക് ചെയ്യുന്നത്, വി ട്രാവൽ എവരി വേ. അപ്പം കൊച്ചിനാകുമ്പോ അതിപ്പം കൊച്ചിയിൽ എത്തുമ്പോ എനിക്ക് കുറച്ച് വില്ലേജ് പോലത്തെ ഒരിടത്ത് നിൽക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അപ്പൊ ഞാൻ തൃപ്പൂണിത്തുറ ഐ സെർച്ച് എ ലോട്ട്, പ്രോപ്പർ തൃപ്പൂണിത്തുറ. അപ്പോഴത്തേക്ക് അവിടെ പക്ഷെ എനിക്ക് ഇങ്ങനെ ഒന്ന് മാറി നിൽക്കുന്ന ഒരു സ്ഥലം ഇപ്പൊ ഇല്ലല്ലോ. ഇനി കണ്ണടച്ച് നോക്കിയാൽ മഷിയിട്ട് നോക്കിയാലും കിട്ടുന്നില്ല. അങ്ങനെയാണ് പിന്നെ ഞാൻ ഇവിടെ ചോറ്റാനിക്കരയിലോട്ട് വന്നത്. സോ അപ്പൊ ഈ ഒരു മനോഹരമായ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഈ വീടിന്റെ കിച്ചണും കൂടെ എങ്ങനെ ഉണ്ടാവും എന്ന് കാണുന്ന ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ നമ്മൾ വെറുതെ പോയിട്ട് ഇതൊരു ഹോം ടൂർ ഒന്നും അല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ വെറുതെ പോയിട്ട് അങ്ങനെ കിച്ചൺ കാണുന്നൊന്നുമില്ല. നമുക്ക് ഷെറിലിന് ഒരു ചെറിയ ടാസ്ക് കൊടുത്ത് ഷെറിലിനെ കൊണ്ട് ഇവർക്ക് ഇഷ്ടപ്പെട്ടത് ഇന്നലെ ഉണ്ടാക്കിയത് സേമിയ പായസം ആയിരുന്നു. അങ്ങനെ ഒരു പായസം ഉണ്ടാക്കിക്കാം എന്നാണ് മനസ്സിൽ കണ്ടത്. പക്ഷെ മോൾ ഇപ്പൊ കുറച്ച് ക്രാങ്കി ആയതുകൊണ്ട് നമുക്ക് മോളെ ഇപ്പൊ ഉറക്കം വന്നിരിക്കുന്നത് കൊണ്ട് ഷെറിൽ മോളെ ഉറക്കുന്ന സമയത്തിന് നമുക്ക് വികാസിന് കൊടുക്കാൻ ടാസ്ക്. നല്ല ഭംഗിയായിട്ട് മേക്കപ്പ് ചെയ്ത് ഇത്ര ഭംഗി
ഭംഗിയായിട്ടുള്ള ഒരു വീടൊക്കെ വെച്ച വികാസിനെ നമ്മൾ കണ്ടു. ദേ മോളെ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്ത് അവളെ നല്ലതായിട്ട് ഇങ്ങനെ കൊഞ്ചിപ്പിച്ച് ഫീഡ് ചെയ്യണ വികാസിനെ കണ്ടു. ഇനി ഞങ്ങൾക്ക് ഒരു ചായ എങ്കിലും ഉണ്ടാക്കാൻ അറിയുമോ ഈ വികാസിന് എന്നുള്ള ഒരു ടാസ്ക് ആണ് അടുത്തത്. നോക്കട്ടെ. വലിയ ടാസ്ക് ആണ്. ഇപ്പൊ തോന്നുന്നു മേക്കപ്പ് ഒക്കെ എത്ര ഈസി എന്നല്ലേ. ഞാൻ കുറച്ച് തുണിയൊക്കെ കഴുകി തരാൻ പാട്. എന്നാലും കാര്യമില്ല, നമ്മൾ ഇന്ന് വികാസ് ഉണ്ടാക്കിയ ചായ ഞങ്ങൾ കുടിച്ചിട്ടേ ഇന്ന് ഇവിടെ പോകുന്നുള്ളൂ. നമസ്തേ. ഇപ്പൊ കിട്ടിയ നമസ്തേ കിട്ടും. നമസ്തേ 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 വേണോ? നമസ്തേ 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 കൊടുത്തേ. നമസ്തേ എനിക്ക് തന്നായിരുന്നു. നമസ്തേ 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 അച്ഛന് നമസ്തേ. വെടിക്ക് കിട്ടി. അച്ഛന് നമസ്തേ. നമസ്തേ പോലോ. നമസ്തേ നമസ്തേ നമസ്തേ. അച്ഛമ്മോൾ തന്നെ മോള്. ഒരു പല്ല് വന്നു ഞങ്ങക്ക്. ആണോ? പല്ലിന്റെ കടിയും കിട്ടി. നേരത്തെ വേണോ? പല്ലിന് വേണോ? കടി വേണോ? നമസ്തേ പോലോ. സംസാരിച്ചു തുടങ്ങിയോ? ഇല്ല, അച്ഛാന്ന് വിളിച്ച് 2 ദിവസം. അതാ വാക്കുകൾ ഇപ്പൊ ഇവിടെ ഇങ്ങനെ 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 ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ആ സംസാരത്തിന്റെ ആ ഒരു ഇതിലേക്ക് കുറച്ചിങ്ങനെ അവരുടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. തുടങ്ങിയോ? എന്തെങ്കിലും പറഞ്ഞു തുടങ്ങിയോ? അച്ഛാന്ന് വിളിച്ചോ? അങ്ങനെ ഒരു രീതി. ഓക്കെ. നിങ്ങൾ നിറയെ സംസാരിക്കുന്നുണ്ടാവും അവളുടെ അടുത്തല്ലേ? ആ അതാ നന്നേ അവള് നിറയെ സംസാരിക്കാൻ നോക്കുന്നുണ്ട് ഇങ്ങനെ. അപ്പൊ എങ്ങനെയാ വികാസ്? ബൈ. നമുക്ക് കിച്ചൺ ലോകത്തേക്ക് പോവാം. വെറുതെ ഡൈവേർട്ട് ചെയ്യണ്ട. അച്ഛനൊരു ടാസ്ക് ആണ്. ഇല്ല അച്ഛാ നമസ്തേ, പോയി ചായ ഉണ്ടാക്കും അച്ഛാ. എങ്ങനെ ചായ ഉണ്ടാക്കുന്നൊന്നും ഞങ്ങൾ പറഞ്ഞു തരൂല. ഇത്രയും ദിവസവും ഷെറിലും അമ്മയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ചായയൊക്കെ കുടിച്ചിട്ട് ഇപ്പൊ പറഞ്ഞാലും ഞാൻ ക്രിട്ടിസൈസ് ചെയ്യാറുള്ള അത്ര. അപ്പൊ അമ്മ ചായ ശരിയായില്ല, ഷെറിൽ ചായ ശരിയായില്ല എന്ന് പറയുന്ന ആൾ എന്നാൽ ചായ ഒന്നും ഉണ്ടാക്കിക്ക്. ഷെറിൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ വികാസ് ഒരു ചായ ഉണ്ടാക്കും? പറയാറുണ്ട്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നല്ലതായിരുന്നു. ആണോ? അപ്പൊ നല്ലതായിരിക്കും, നമുക്ക് നോക്കാം. വികാസിന്റെ തനി സ്വരൂപം ഇന്നിപ്പോൾ എല്ലാരും അറിയുന്നത്. ഗ്യാസ് കത്തിക്കാൻ പോലും അറിയില്ല. നമുക്ക് ഇതിനെ കുറ്റപ്പെടുത്താം. ഷെറിലോ അമ്മയെ വരേണ്ടി വരും. അമ്മ ഇതെന്താ കത്താത്തെ? ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കണം, മനസ്സിലായോ? അടുക്കള കയറുന്ന ഇടയ്ക്കൊക്കെ അപ്പൊ മനസ്സിലാവും. ഇനി സിമ്മിലേക്ക് ഇട്ടോ, പാത്രം ഒന്നും ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ ലോകം മുഴുവൻ എത്ര 2000-ലധികം ബ്രൈഡ്സിനെ മേക്കപ്പ് ചെയ്ത വികാസ് ബൈക്ക് സ്വന്തം വീട്ടില് ഗ്യാസ് കത്തിക്കാൻ അറിയില്ലായിരുന്നു. ഞാൻ വന്ന് പഠിപ്പിച്ചാണ്. ഇപ്പൊ പഠിച്ചാ? ഇപ്പൊ പഠിച്ചു. ഇത് കട്ട് ചെയ്ത് കളയില്ല. എല്ലാരും അറിയട്ടെ ഈ ഒരു യഥാർത്ഥ സംഭവം. പ്രസ് ചെയ്താൽ മതി. പഠിച്ച് അങ്ങനെ മൈൽസ്റ്റോൺ വഴി ഞാൻ ഗ്യാസ് കത്തിക്കാൻ പഠിച്ച്. ഗ്യാസ് കത്തിക്കാൻ അറിയാം. ഇത് പുതിയ അടുപ്പായതുകൊണ്ടാണ്. അപ്പൊ ഇപ്പൊ ഹോളിഡേസ്, ഓണം, എല്ലാരും ഓണത്തിന്റെ ഒരു ഹോളിഡേ മൂഡിലാണ്. എല്ലാവർക്കും ഒരു ബ്രേക്ക് ഉണ്ട്. പക്ഷെ വികാസിന്റെ ഈ ഒരു പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു സമയത്തൊക്കെ കല്യാണങ്ങൾ കൂടുതലുള്ള സമയമല്ലേ. അപ്പൊ തിരുവോണം ആയിക്കൊണ്ട് ഇന്നൊക്കെ എങ്ങനെയാ? വേണ്ടാന്ന് തന്നെ, വർക്ക് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഇരിക്കായിരുന്നോ? അല്ല, എനിക്ക് തിരുവോണത്തിനും കല്യാണം ഉണ്ടായിരുന്നു. ഇന്ന് അവിട്ടത്തിനും എനിക്ക് കല്യാണം ഉണ്ടായിരുന്നു. അപ്പൊ രാവിലെ കല്യാണമൊക്കെ ഞാൻ ചെയ്തിട്ട് ഞാൻ വന്നതാണ്. അപ്പൊ ഇന്നലെയും പോയി ജോലി ചെയ്തു. ജോലിയുടെ ഭാഗ്യത്തിന് ഇന്നലത്തത് എറണാകുളത്തായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റി. ഇന്നത്തത് പാലയിലായിരുന്നു. അതിന് രാവിലെ പോയിട്ട് വന്നു. അതുകൊണ്ടാണ് എന്റെ കണ്ണൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോയി എല്ലാം ചെയ്ത് വന്നിരിക്കുകയാണ്. ഇനി എങ്ങോട്ടാണ് ഏറ്റവും ദൂരെ പോയിട്ട് റെഡിയാക്കി അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്തിരിക്കുന്ന ആരെയായിരിക്കും? അല്ല എവിടെയായിരിക്കും? സിംഗപ്പൂർ, മലേഷ്യ ഒക്കെ പോയിട്ടുണ്ട്. പിന്നെ ഇപ്പം എനിക്ക് ഈ കത്തിക്കാം. അതാ ചെറുതില് വെക്കാം. ചെറിയ പാത്രല്ലേ? ഇങ്ങനെ പ്രസ് ചെയ്താ മതി. വെച്ചോ വെച്ചോ. ചായ ചോദിച്ചപ്പോൾ നോക്ക് എന്റെ കൂടെ എത്ര പേരുണ്ടെന്ന് നോക്കി. അവർക്ക് നിങ്ങൾക്ക് ആർക്കും ഇല്ല ചായ, എനിക്ക് മാത്രമുള്ള ചായ അവിടെ വെച്ചിട്ടുള്ളൂ. ഞാൻ വേണം അത് പരീക്ഷിക്കാൻ. കറക്റ്റ് കണ്ടല്ലോ, ഒരു ഇത്തിരി ഇത് മാത്രം. ചായ അടിപൊളിയായിരിക്കും, പോലെ നമ്മൾ കുടിച്ച് ആസ്വദിക്കും. അതെ, നോക്കാം. അതാവട്ടെ, നമുക്ക് അന്നേരത്തേക്ക് വിശേഷം കേൾക്കാം. ഓക്കെ. അപ്പൊ സിംഗപ്പൂർ, മലേഷ്യയിലൊക്കെ പോയിട്ടുണ്ട്. ഡെസ്റ്റിനേഷൻ വെഡിങ്ങോ അങ്ങനെയൊക്കെ. ദുബായിൽ പോയിട്ടുണ്ട്, ഒമാനിൽ പോയിട്ടുണ്ട്. എനിക്ക് US, UK-ലൊക്കെ വന്നിട്ടുണ്ട്. മൈ പ്രോബ്ലം ഇസ് ഡേറ്റ്. ഇപ്പൊ എന്നെ US-ൽ കാലിഫോർണിയയിലേക്ക്
വേണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടി ഫാമിലി നാട്ടിൽ വന്നു. പക്ഷെ അവർക്ക് ഡേറ്റ് ഇല്ല. അങ്ങനെ വേറെ ട്രിവാൻഡ്രത്തുള്ള ഒരു ടീമിനെ എനിക്ക് ഡേറ്റ് ഇല്ലാത്തതുകൊണ്ട് മാത്രം അവർ കൊണ്ടുപോയി. എന്നിട്ട് അവരുടെ ആഗ്രഹത്തിന് വേണ്ടി പിന്നെ അവർ എൻ്റെ സലൂണിൽ വന്നു. അവര് ബ്രൈഡൽ ലുക്ക് ചെയ്തു. കാര്യം എനിക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അവർ ഫുൾ ബ്രൈഡൽ ലുക്കിൽ ചെയ്തിട്ട് പോയി. അപ്പൊ അങ്ങനെ കുറെ ദൈവം സഹായിച്ച് അങ്ങനെ കുറെ കാര്യങ്ങൾ നടക്കും. എന്ത് സന്തോഷല്ലേ അതൊക്കെ കേൾക്കുമ്പോഴും, ഒരുപാട് സന്തോഷമുള്ള കാര്യം. അപ്പോൾ അങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ വെള്ളം തിളച്ചു. വികാസ് ചായയിലിടുകയാണ്. ആ, ഞാനല്ലേ കുടിക്കേണ്ടത്, ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കട്ടെ, എന്നാലേ എനിക്ക് നല്ല ചായ കിട്ടുള്ളൂ. ഓക്കെ, ഇനി അതൊന്ന് തിളച്ചോട്ടെ, അത്രേ ഉള്ളൂ. ഇനി പാലും കൂടെ ഒഴിച്ചാൽ മതി. തിളച്ച പാലുണ്ടെങ്കിൽ അതും കൂടെ അങ്ങ് ഒഴിച്ചു കഴിഞ്ഞാൽ ചായ റെഡി. ഇനി നാളെ മുതൽ രാവിലെ ഷെറിലോ അമ്മ എണീറ്റ് വരണ്ട, വികാസിന് തന്നെ ചായ കുടിക്കാം. ഷെറിൽ ലേറ്റ് ആയിട്ട് എണീക്കുന്ന ആളാണ്. ആണോ? പക്ഷെ എനിക്ക് അതുകൊണ്ട് ഞാൻ അവർ എത്ര ലേറ്റ് ആയിട്ട് എണീച്ചാലും ചായക്ക് വേണ്ടി ഐ ഹാവ് ടു വെയിറ്റ്. ഇനി അത് വേണ്ടി വരില്ല. ഇന്നത്തോടെ വികാസ് ഇനി നാളെ പറയും, ഷെറിൽ നീ ഇനി എത്ര നേരം വേണമെങ്കിലും കിടന്നുറങ്ങിക്കോളൂ, ഞാൻ ചായ ഉണ്ടാക്കാൻ പഠിച്ചു, ഞാൻ നല്ല ചായ ഉണ്ടാക്കിക്കൊള്ളാം. ആക്ച്വലി ഞാൻ ഇതൊക്കെ ചെയ്യുന്നതായിരുന്നു കേട്ടോ. ഇവിടെ വന്നിട്ട് എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളിലോട്ട് ഞാൻ പഠിച്ചു വന്നില്ല. അപ്പോഴത്തേക്ക് അതിന്റെ താണ്ടാണ് പിന്നെ ഞാൻ മടിയനായി. പിന്നെ ചെടി ഞാൻ ഈ വീട്ടിൽ കൂടുതൽ നോക്കിയ ചെടി ക്ലീനിങ് അങ്ങനത്തെ കാര്യങ്ങൾ. കുക്കിംഗ് ഇത്രയും ഞാൻ ചെയ്യുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ലേ. അതുകൊണ്ടല്ല, എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നന്നായിട്ട് വരയ്ക്കുകയും ചെയ്യും വികാസ് വരച്ചു കൊടുത്ത് പിക്ചർ നമ്മൾ അവിടെ കാണുകയും ചെയ്തല്ലോ, കൃഷ്ണന്റെ ഒക്കെ. അപ്പൊ ഇതുപോലെ വരയ്ക്കുക, എല്ലാം നല്ല അടുക്കി പെറുക്കി ഇങ്ങനെ നല്ല നീറ്റായിട്ട് വെക്കുന്ന ഒരാൾക്ക് എപ്പോഴും താല്പര്യം കൂടുതൽ ക്ലീനിങ്ങും ഇത്തരത്തിലെ ഹോം ഡെക്കോർ സംഭവങ്ങളും അതിനോടൊക്കെ തന്നെ ആയിരിക്കും. അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പാല് തിളച്ചു, ചായ തിളച്ചു, ഓഫ് ചെയ്തോ. അത് എടുക്കരുത്, ഓഫ് ചെയ്തോളെ, എന്നോടാണ് ഓഫ് ചെയ്യാൻ പറയണത്. ഈ വീട്ടിൽ ഇപ്പോഴും നിങ്ങൾക്കൊക്കെ കാണാം നല്ല ഓണത്തിന്റെ തിരക്കുകളും കാര്യങ്ങളും തന്നെയാണ്. അത്തപ്പൂ ഇട്ടോ, അത് ചോദിക്കാൻ മറന്നുപോയി. ഇട്ടിരുന്നോ നിങ്ങള്? അതാ ചോദിച്ചത്, ഇട്ടിരുന്നോന്ന് ചോദിക്കുക ചെയ്തേ. സദ്യയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, പുതിയ വീടും കൂടെ ഒക്കെ ആയപ്പോഴേ അത്തപ്പൂ എത്ര നല്ല ചാണകം ഞാൻ തന്നെ മെഴുകി എടുത്ത് ഞങ്ങള് അത്തം ഇട്ടു. ആണല്ലേ? ഓ, എല്ലാ ദിവസവും ഇട്ടിരുന്നു. ആണോ? ഓക്കെ, ഇനി നമുക്ക് ചായ കുടിച്ചോണ്ട് നമുക്ക് സംസാരിക്കാം. ഞാൻ ഒഴിച്ചോട്ടെ ചായ? ഒഴിച്ചോളൂ. വല്ലപ്പോഴും കിട്ടുന്ന ചാൻസ് ആയതുകൊണ്ട്. ആ, പുറത്തൊക്കെ തുള്ളി വീഴുന്നിട്ട് ഇതിനൊക്കെ ഞാൻ വരക്ക് പറയും, ഇങ്ങനെ പുറത്ത് തുള്ളി വീണ. പക്ഷെ ഞാൻ ചെയ്തപ്പോ എനിക്കൊന്നും പറയാനില്ല. മനസ്സിലായോ? ഇതൊക്കെ തന്നെയാണ് അത്. എന്നാ ഞാൻ ഇവിടെ തന്നെ എടുത്തോളാം, എനിക്ക് ട്രെയിലൊന്നും കൊണ്ടു ഇങ്ങനെ തരണ്ട. ഞാൻ ഇവിടെ ആയിക്കോട്ടെ. ഞാനിങ്ങനെ ആഗ്രഹിച്ചു പോയതാണ്. ഇങ്ങനെയാണോ ഷെറിൽ വന്ന് കൊണ്ടുവന്ന് തന്നത്? അതെ, ഷെറിൽ. അപ്പോൾ വികാസ് എങ്ങനെയാണ് ഇരുന്നെന്ന് ഞാൻ നോക്കട്ടെ. അല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. അതെന്താ? ഞങ്ങള് മാരേജ് ഫിക്സ് ചെയ്തപ്പോ ഷീ വാസ് ഓൺ ഒമാൻ. കല്യാണത്തിന് ഒരു 4 ദിവസം മുമ്പ് അവള് വരുന്നത്. അപ്പഴത്തേക്ക് കല്യാണം ഫിക്സ് ആയല്ലോ. പിന്നെ നമുക്ക് ഇങ്ങനെ പെണ്ണ് കാണൽ ചടങ്ങ് അങ്ങനെയൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് നമുക്ക് ചായ കൊടുക്കൽ ഐഡിയ പറഞ്ഞു. ഇപ്പൊ ആദ്യമായിട്ട് ഒരാൾ എന്റെ ചോദിച്ചപ്പോ എനിക്ക് ഓർമ്മ ഇങ്ങനെ സംഭവം ഇല്ലായിരുന്നല്ലോ. നാളെ രാവിലെ ഷെറിൽ എണീറ്റ് വരുമ്പോഴത്തേക്ക്, ഷെറിൽ നിനക്കുള്ള ചായ ഇത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നു എന്നും പറഞ്ഞ് നമുക്ക് കൊണ്ടേ കൊടുക്കാം. ഇത് ഈ വീട്ടില് ഇത്ര ഓരോ കാര്യങ്ങളും, ഓരോ ചെറിയ സംഭവങ്ങൾ വരെ വളരെ ഭംഗിയായിട്ട്, ശരിക്കും അതെനിക്ക് ഉറപ്പാണ് വികാസ് തന്നെ നേരിട്ട് പോയി ഹാൻഡ് പിക്ക് ചെയ്ത് കൊണ്ടുവന്ന ക്യൂരിയോസ് ഓരോന്നൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. അത് ഓരോ സാധനങ്ങൾ കാണുമ്പോഴും അറിയാം. ഓക്കെ, അപ്പൊ ഇനി ചായ കുടിക്കാം. അങ്ങനെ വികാസ് ഭായ് ഉണ്ടാക്കിയ ചായ കുടിച്ചു നോക്കട്ടെ. ഞാനും കുടിച്ചു നോക്കട്ടെ. അതെ, കുടിച്ചു നോക്കൂ. എന്നിട്ട് അമ്മയുടെ താങ്ക് യു. അമ്മ എന്താ വികാസ് ഉണ്ടാക്കിയ ചായയാണ്. ഇനി മുതല് രാവിലെ ചായ, വൈകുന്നേരം ചായ തോന്നുമ്പോ മോനെ അമ്മയ്ക്കൊരു ചായ തരൂ എന്ന് പറഞ്ഞാ മതി, അപ്പൊ ഉണ്ടാക്കിക്കൊണ്ടുവരും. ആണോ? അപ്പൊ ഈ ലഡുവോ? നാട്ടുകാരുണ്ടാക്കിയത്. ചായ കൊള്ളാട്ടോ, നല്ല ചായ, നല്ല ഏലക്ക, അതാ ചായയിലെ ഏലക്ക ഇതുണ്ട്, നല്ല ചായ. അപ്പൊ വികാസ് സൂപ്പർ. അപ്പോൾ നന്നായിട്ട് മേക്കപ്പ് ചെയ്യാൻ മാത്രമല്ല നല്ല ചായ ഉണ്ടാക്കാനും വികാസിനെ കൊണ്ട് വികാസ് തെളിയിച്ചിരിക്കുകയാണ്. യെസ്, ഭീഷണിപ്പെടുത്തിയിട്ട്. ഞാനൊരു ലഡു എടുക്കട്ടെ, ഇവരുടെ വീട്ടിൽ ആദ്യം വന്നതല്ലേ താമരയില്. ഓക്കെ, ഇനി ഞാൻ വേറൊരു, അമ്മ ഇരിക്കൂ. എത്രയോ നാട്ടിലുള്ള ഇത്രയും 12,000 3,000 നല്ല സുന്ദരികളായിട്ട് പെണ്ണുങ്ങളൊക്കെ മേക്കപ്പ് ചെയ്യുന്നുണ്ടല്ലോ. എന്നാണ് ഷെറിലിന് ആദ്യമായിട്ട് മേക്കപ്പ് ചെയ്ത് കൊടുത്തത്? കല്യാണത്തിന്. ആണോ? ബ്രൈഡൽ മേക്കപ്പ് ഞാനാണല്ലോ ചെയ്തത്. ഓ, അതെനിക്ക് അറിഞ്ഞില്ല. ഷെറിലിന്റെ ബ്രൈഡൽ മേക്കപ്പ് വികാസ ചെയ്തത്. രണ്ട് ലുക്ക് ഉണ്ടായിരുന്നു പുള്ളിക്കാരുടെ. മെയിൻ ലുക്ക് ചെയ്തത് ഞാനായിരുന്നു. അത് ഇവിടെ ഉണ്ടോ? അതാണോ ആയിരിക്കുന്ന പിക്ചർ? ഞാൻ ചെയ്തത്. ഓ,
അത് കഴിഞ്ഞിട്ട് ഇപ്പോ ഈ ഷെറിലിനെ വെച്ചിട്ട് നിങ്ങൾ എന്തോ ഒരു ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്യുന്നു എന്തൊക്കെയോ വികാസിന്റെ പുതിയൊരു രഹസ്യങ്ങൾ ഞാൻ ഇങ്ങനെ അറിഞ്ഞു. എന്തൊക്കെയൊക്കെയോ ഒരു പുതിയ സംഭവം വരാൻ പോണു. എന്താണത്? ആ രഹസ്യം നമുക്കൊന്ന് പരസ്യമാക്കിയാലോ? അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോ. ഇപ്പം ഹീരാമന്തി ട്രെൻഡ് ആയിരുന്ന സമയത്തിന് നമുക്ക് ഒത്തിരി പേരുമായിട്ട് നമ്മള് ഒത്തിരി ആർട്ടിസ്റ്റുകളും നമ്മളും ഒക്കെ സംസാരിച്ച് ഷൂട്ട് ചെയ്യാൻ വേണ്ടി റീക്രിയേഷൻ ചെയ്യാൻ വേണ്ടി റെഡി ആയിരുന്നു. ഈവൻ ബോംബെന്ന് വരെ അതിന്റെ സാധനങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കി ഒന്ന് വിട്ടാൽ മതിയായിരുന്നു. പക്ഷെ ആ ഒരു സമയം ഭയങ്കരമായിട്ട് ഇതായിരുന്നു, ഭയങ്കരമായിട്ട് ബിസി ഷെഡ്യൂൾഡ് ടൈം ആയിരുന്നു, ബ്രൈഡ്സിന്റെയും വെഡിങ്സിന്റെയും പിന്നെ ഷൂട്ടിന്റെയും ഒക്കെ. അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഇരുന്നപ്പം അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ മോളെയും അമ്മേനെയും വെച്ചിട്ട് ഞാൻ ഷൂട്ട് ചെയ്തു. അത് എല്ലാവർക്കും ഒത്തിരി പേർക്ക് ഇഷ്ടമായിട്ടോ. അപ്പൊ ഞാൻ അങ്ങനെ ഞാൻ എനിക്ക് ഇപ്പം വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ, ഞാൻ ആരും കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇവരെ തന്നെ ഷൂട്ട് ചെയ്യും. അതാണ് ഇപ്പൊ എന്റെ കോൺസെപ്റ്റ്. അപ്പൊ ഇപ്പൊ അത് ഞാൻ ഇത് തന്നെയാണ് പുതിയതായിട്ടൊരെണ്ണം വരാൻ പോണു? ഇല്ല, അത് കഴിഞ്ഞു, അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. അല്ല, ഇനി ഒരെണ്ണം ഇനി അങ്ങനെ ഞാൻ എന്തെങ്കിലും ഇപ്പൊ ഈ ഒരു വെക്കേഷൻ ആണല്ലോ, ഇനിയിപ്പോ എനിക്കൊരു 20 ഡേയ്സിന്റെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ഈ ഒരു 20 ഡേയ്സ് ഗ്യാപ്പിന് ഞാൻ എന്തെങ്കിലും ചെയ്യാനൊരു പ്ലാൻ. അപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഓഫ് കോഴ്സ് ഇപ്പം കുറെ ഇപ്പൊ നമ്മള് അത്യാവശ്യം ആൾക്കാർ കുറെ പ്രൊമോഷൻസിനൊക്കെ ആയിട്ട് നമ്മളെ വിളിക്കും. അപ്പൊ ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ പക്ഷെ വേണ്ടത് നാരായണീനെയാണ്. അതാണ് ഇപ്പൊ എന്നെ ഞെട്ടിക്കുന്നത്. അച്ഛനെ വിളിക്കുന്നില്ല, മോളെയാണ്, മോൾക്കാണല്ലോ ഡിമാൻഡ്. അപ്പൊ ഷെറിൽ എന്റെ അടുത്ത് പറയും, നിങ്ങളൊരു പെരുന്തച്ഛനാകുമോ? ഇല്ല, ഒരിക്കലും ആകില്ല. അല്ല, ഇനിയിപ്പം നാരായണി കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞാല് വികാസിന് അതായിരിക്കും, മോളെ ഇങ്ങനെ ഒരുക്കി വിടണം, അവളെ ഇങ്ങനെ ആക്കണം, അവളെ സ്കൂളിൽ വിടാനൊക്കെ എനിക്ക് ഷുവർ ആയിരിക്കും അല്ലേ അമ്മ? വികാസ് തന്നെയായിരിക്കും അവളെ റെഡി ആക്കി വിടുന്നതും, ഒരു കല്യാണങ്ങൾക്ക് പോണെങ്കിലോ ഫംഗ്ഷൻസിന് പോണെങ്കിലോ. അത് അങ്ങനെ ഞാൻ മേക്കപ്പ് ഞാൻ ചെയ്യണമെങ്കിൽ എനിക്ക് എന്നെ ബുക്ക് ചെയ്യണം. വീട്ടിലുള്ളവർ ബുക്ക് ചെയ്തില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് തന്നെ തോന്നണം അങ്ങനെ. എന്തായാലും ഇത് വളരെ എന്താ പറയാ, വളരെ വളരെ വിരളമായിട്ടുള്ള ആൾക്കാർക്ക് മാത്രം ലഭിക്കുന്ന ഒരു സുദിനമാണ്, ഈ ഒരു ശുഭമുഹൂർത്തമാണ് നമ്മൾ ഈ കാണുന്നത്. സ്വന്തം നമ്മളെ താലി കെട്ടാൻ പോണ ഭർത്താവ് ആണ് ആദ്യം വന്ന് മേക്കപ്പ് ചെയ്ത് ഇത്ര സുന്ദരിയാക്കി. നോക്ക്, കണ്ട ഒരു പിക്ചറും കൂടി ഉണ്ട്. വാവ്, ഇത് ഷെറിലിന്റെ ഒരു ഭാഗ്യം തന്നെ. എന്നിട്ട് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോ ഷെറിൽ ഇഷ്ടപ്പെട്ട എന്താ ഷെറിൽ ഫസ്റ്റ് കമന്റ് ചെയ്തത്? ഷെറിൽ സത്യത്തിൽ കണ്ടില്ല, സമയമില്ലായിരുന്നു. അപ്പൊ ഫോട്ടോയിലാണ് കണ്ടത്. ഷെറിൽ പറഞ്ഞു, ഞാൻ എത്ര സുന്ദരിയായത് വികാസിന്റെ മേക്കപ്പിലാന്ന് പറഞ്ഞോ? പക്ഷെ നമ്മള് പെട്ടെന്ന് അന്നൊരു അൺഎക്സ്പെക്ടഡ് തിരക്കുള്ള ദിവസമായിരുന്നു. നമ്മളൊന്നും വിചാരിച്ചില്ല ഇത്രയും പേര് വരുന്നു, അത്രയും ക്രൗഡ് ആവുന്നു, ഇത്രയും അന്ന് ഞങ്ങൾ ഇത്രയും ആൾക്കാർ ഞങ്ങളെ കുറിച്ച് സംസാരിക്കുന്നൊന്നും വിചാരിച്ചിട്ടില്ലായിരുന്നു. സോഷ്യൽ മീഡിയയിൽ അന്ന് അത്യാവശ്യം ട്രെൻഡിങ് ആയിരുന്നു ഞങ്ങളുടെ വെഡിങ് അന്നത്തെ സമയത്ത്. ഐ എം ടോക്കിംഗ് അബൌട്ട് 2021. അപ്പൊ അന്നിങ്ങനെ സോഷ്യൽ മീഡിയ ഒക്കെ എന്റെ കല്യാണം കൂടാൻ വരുന്ന എനിക്കറിയില്ല. നമ്മളാരെയും വിളിച്ചിട്ട് ഒന്നുമില്ലല്ലോ. അന്നാണ് ഞാൻ എല്ലാരെയും പരിചയപ്പെടുന്നത്. പക്ഷെ ഇന്നിപ്പോ അന്ന് മുതൽ തുടങ്ങിയതാണ് സോഷ്യൽ മീഡിയയിൽ ആൾക്കാരെ വികാസ് ഓരോന്നും പോസ്റ്റ് ചെയ്യുമ്പോഴും വികാസിന്റെ ഓരോ വിശേഷങ്ങളും കാതോർത്തും അവരിങ്ങനെ നിൽക്കുകയാണ്. അവർക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഇതാണ്. അമ്മയ്ക്ക് ഇഷ്ടമാണോ വികാസിന്റെ മേക്കപ്പ്? ഞാൻ അമ്മേനെ ഒരു ദിവസം മേക്കപ്പ്, ഞാൻ അതാ ചോദിക്കാൻ വന്ന, അമ്മേനെ എന്തെങ്കിലും വന്നിട്ട് മകൻ മേക്കപ്പ് ചെയ്തിട്ടുണ്ടോന്ന്? ഇല്ല, അത് വേണ്ട, ഞാൻ പറഞ്ഞു എന്നെ വല്ലവരും കളിയാക്കും. അങ്ങനെയല്ലല്ലോ, വികാസിന്റെ ഒരു ഇതിന് വേണ്ടിട്ട് അതാ പറഞ്ഞ. വികാസ് അപ്പൊ ലൈറ്റ് ആയിട്ട് ചെയ്തു തരും അല്ലേ? വീട്ടിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അതെ, അമ്മയിൽ നിന്നാണ് തുടങ്ങേണ്ടത്. മോൾ ഉറങ്ങിയോ ഷെറിൽ? ഉറങ്ങി ആണല്ലേ? ഉറങ്ങിയില്ല ഇന്ന്. ചായ ഒക്കെ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട്. നാളെ രാവിലെ എണീറ്റ് ചെയ്യുമ്പോൾ വികാസ് ചായ് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ, അപ്പൊ കൊണ്ടുവരും നല്ല ചായ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നല്ല ചായയൊക്കെ കുടിച്ചിട്ടിരിക്കുകയാണ്. മനോഹരമായ ഒരു വീട്. ഇത്രയൊക്കെ ഏരിയ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇനി ഇതിന്റെ മേളിലേക്കുണ്ട്. വീടിനകത്ത് ഒരു ചെറിയ ലിഫ്റ്റ് ഉണ്ട്, 3 നിലയുണ്ട്. മേളിലാണ് വികാസിന്റെ ഒരു രഹസ്യമായിട്ടുള്ള ഒരു സ്പെഷ്യൽ ഒരു ഏരിയ ഉണ്ട്. അതൊക്കെ ഇതിപ്പോ നമ്മൾ വിശേഷങ്ങളും ഓണം ഒക്കെ അന്വേഷിക്കാനായിട്ട് എത്തിയതല്ലേ, അത് നമുക്ക് ഹോം ടൂർ ആയിട്ട് തന്നെ ഞങ്ങൾ ഒരു ദിവസം വരും കേട്ടോ വികാസ്. ഓക്കെ ആണല്ലോ? മനോഹരമായ വ്യൂ ഒക്കെയാണ് ഇവിടുന്ന് അങ്ങോട്ട് കാണാൻ. നല്ല പാടം, നല്ല രസമാണ്. അത് മേളിലെ വികാസിന്റെ അതൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഹോം ടൂറിലൂടെ നമുക്ക് ഒരിക്കൽ കൂടെ വരാം, അപ്പോൾ കാണാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഓണ വിശേഷങ്ങളിൽ നിന്നും ഞങ്ങൾ എല്ലാവരും ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ ഹാപ്പി ഓണം. നിങ്ങളുടെ വകയും കൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ഹാപ്പി ഓണം പറഞ്ഞാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പം എല്ലാവർക്കും, കാര്യം നിങ്ങൾ എല്ലാവരും എനിക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ എല്ലാവർക്കും എന്റെയും എന്റെ ഫാമിലിയുടെയും ഒക്കെ ഓണാശംസകൾ. ഹാപ്പി ഓണം.